ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ പറയാൻ വന്നത് ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം നമ്മുടെ സുരേഷ് ഗോപി സാറിനെ കുറിച്ചാണ്. മോശമല്ല കേട്ടോ, പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ പുള്ളി പോയിരിക്കുന്ന പ്രസ്ഥാനമാണ് മോശമായത്. ഇന്ന് യോഗ ദിനം എന്തൊക്കെയോ ആണെന്നും പറഞ്ഞിട്ട് പാവ സുരേഷ് ഗോപിനെ ഇട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആ പാവത്തിന്? മൂപ്പരിൻ്റെ വയറ് തടഞ്ഞിട്ട് കുമ്പിടാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റുന്നില്ല. എന്തെന്നാ പറയുന്നത്? എന്തൊക്കെയോ എന്താ പറയുക, ഈ അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ആ കാര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണമായിരുന്നു. ഇത് മൂപ്പര പ്രസ്ഥാനത്തിൽ നിന്ന് ജയിച്ചു എന്നും പറഞ്ഞിട്ട് അതിൻ്റെ യോഗ എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഇന്ത്യ ഭരിക്കുന്ന ആളിൻ്റെ ഒന്നുമല്ല, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിൻ്റെ ഒന്നുമല്ല യോഗ എന്ന് പറയുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ യോഗ ചെയ്തിട്ടുള്ള ആളാണ്. യോഗൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് തന്നെ. ഞാൻ യോഗ ചെയ്യുന്നത് കൊണ്ടാണ്, ഞാൻ ആ കൊറോണ സമയത്ത് യോഗ ചെയ്തത് കൊണ്ടാണ്. 4 കൊല്ലം 5 കൊല്ലം ഞാൻ യോഗ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യണമെന്നില്ല. അറിയില്ലെങ്കിൽ അത് അങ്ങനെ ഇതാക്കണം. അല്ലാതെ പാർട്ടി യോഗാ ദിനം ആചരിക്കണമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അതിനെ പോയിട്ട് ഇത് വെറുതെ നാട്ടുകാരൻ്റെ അടുത്ത്. ഇപ്പോൾ പുള്ളി ജയിച്ചു, തൃശ്ശൂറുകാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം തൃശ്ശൂരുകാർക്ക് ഉണ്ട് എന്ന് വെച്ചോ, ഇല്ലെങ്കിലും നിങ്ങൾ തന്നെ അനുഭവിച്ചോ, തൃശ്ശൂരുകാർ തന്നെ. അപ്പോൾ ഇതിലാരിനെയും കുറ്റം പറയണ്ട. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഒരു വ്യക്തി നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി നിൽക്കുന്ന പ്രസ്ഥാനത്തിനെയും പുള്ളിൻ്റെ ചില പ്രവൃത്തികളെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എനിക്ക് പുള്ളിയോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമോ ഒരു ഇതോ എനിക്കില്ല. കാരണം ഞാൻ അന്ന് ആ പെണ്ണിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം സംസാരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളിസുര ഈ വെട്ടിത്തുറന്ന വായു കൊണ്ട് എവിടെയും നിന്ന് ജയിച്ചിട്ടില്ല ആൾ. പക്ഷേ ആ വായു തുറന്ന നുണ മാത്രം പറയുന്ന ഒരു ആളിനെ ആ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ്റെ പ്രസിഡൻ്റ് അയാൾ ആ പ്രസ്ഥാനത്തിൻ്റെ എന്തോ ഒരാളാണല്ലോ. ഇതെല്ലാം ഈ ഇന്ത്യ ഭരിക്കുന്ന ആ പാർട്ടിക്ക് അവരിനെ വെച്ച് പുലർത്തണമെന്ന് വല്ല കടമയുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിന് കയ്യിലും അവരിൻ്റെ കഴിവുകേടും കൂടി കണ്ടുവേണം ഓരോ മനുഷ്യരിന് ഓരോ കാര്യത്തിന്. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ടിപ്പോൾ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒരു ന്യൂസ് ഞാൻ ഇന്ന് കണ്ടതാണ്. 50 കോടി രൂപ മൂപ്പര് ചിലവാക്കിയെന്ന് പറയുന്നു. എന്തിനു വേണ്ടി? എൻ്റെ ചോദ്യം ഒരു ചോദ്യമാണ്. എന്തിനു വേണ്ടി ചിലവാക്കി? വോട്ട് പിടിക്കാൻ വേണ്ടി കാശ് കൊടുത്ത്, EVM പ്രശ്നം പോലെ തന്നെ കാശ് കൊടുത്ത് വോട്ട് പിടിക്കാൻ നിങ്ങൾ നോക്കി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഓരോ മനുഷ്യരുടെ ഉള്ളിലും അവർക്ക് ഓരോ പ്രസ്ഥാനത്തിനോട് ഇഷ്ടമുള്ളവരുണ്ട്. ചിലവർ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തോറ്റതുകൊണ്ട് 50 കോടി രൂപ ചിലവായി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എന്തിനാ അത്രയും പൈസ ചിലവാക്കി വോട്ട് പിടിക്കാൻ നടന്നു? നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നവരെല്ലാവരും ആ പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ മണ്ടത്തരമാണ്. അതായത് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ പറയുന്ന ആളിൻ്റെ മണ്ടത്തരമാണത്. അപ്പോൾ കാശ് ചിലവാക്കി വോട്ട് പിടിക്കുന്നതും EVM വഴി വോട്ട് പിടിക്കുന്നതും അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നു ആ കാര്യം ആ പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ 3 പ്രാവശ്യം അവിടെ നിന്ന് 3ാമത്തെ പ്രാവശ്യം നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു. പക്ഷേ പുള്ളിൻ്റെ കയ്യിൽ ഒന്നുകൂടിയുണ്ട്. സിനിമയിൽ അയാളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും ഒരു പ്രാവശ്യം ജയിച്ചു പോട്ടെ, അപ്പോൾ തൃശ്ശൂരിന് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ആൾക്കാർ ചെയ്തതാണ് ആ വോട്ട്.
അതുപോലെ എല്ലാവിടെയും കിട്ടണം എന്നില്ല. എന്തിനിപ്പോൾ ഏറെ പറയുന്നു? ഞങ്ങളുടെ പ്രസ്ഥാനത്തിലെ AK ആൻ്റണിൻ്റെ മകൻ നിന്ന് എന്തെങ്കിലും നേടിയോ അവൻ? നേരമാണ് സംസാരിക്കാൻ അറിയില്ല. അവൻ്റെ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. അവൻ നിന്നിട്ട് ആ ഡാൻസ് കളിച്ചതും സംസാരിക്കുന്നതും എല്ലാതും. ഈ സംസാരിക്കാൻ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളെ പോലെയാണ് അവൻ്റെ സംസാരം. എന്നിട്ട് അവനൊക്കെ പറയുന്ന ഓരോ വാക്കുകൾ സ്വന്തം തന്തയ്ക്ക് വരെ നായിൻ്റെ എന്താണ് അമ്പിളിമാമനെ കണ്ടിട്ട് നായി കുരച്ചാൽ എന്ന് പറഞ്ഞ ഒരു വാക്കും കൂടി അവൻ ഉപയോഗിച്ചല്ല. അതാരിനെ പറഞ്ഞത്? സ്വന്തം തന്തനെയാണ് ജന്മം കൊടുത്ത് ഒരു പ്രസ്ഥാനത്തിൽ കൊണ്ടുപോയി അവനെ അതിൽ കയറ്റിയിരുത്തി അതിന്ന് പോരാ പറഞ്ഞ് വലിയ സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞ് പോയ പ്രസ്ഥാനത്തിൽ നിന്നിട്ട് നായി കുരയ്ക്കും പോലെ കുറേ പറഞ്ഞു എന്നല്ലാതെ അവനെ കൊണ്ടൊക്കെ എന്ത് ഉപകാരം? ഇല്ലെങ്കിൽ അവൻ ജയിച്ചാൽ അവനെ കൊണ്ട് എന്ത് ഉപകാരം? ഈ കോൺഗ്രസ്സിൽ അവൻ നിന്നിട്ട് അവൻ എന്ത് ഉപകാരം ചെയ്തുവൻ? അതുപോലെ പത്മജ, എല്ലാവർക്കും സ്ഥാനം പൈസ. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ 50 കോടി രൂപ ചിലവാക്കി ഓരോ വോട്ടിന് 1000 രൂപ വെച്ച് എന്ന് പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയാണ്? കാശ്, സ്ഥാനം. ആർക്കും കാശും സ്ഥാനവും ഒന്നും കശക്കൊന്നുമില്ല. അത് കശക്കണമെങ്കിൽ നല്ല ആൾക്കാർ വരണം. നമ്മുടെ ഇന്ന് ഈ ചലിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന നമ്മളുടെ ഗാന്ധിജി ഉണ്ടല്ലോ, അതാണ് സ്ഥാനത്തിനും പൈസയ്ക്കും സ്ഥാനം കൊടുക്കാത്ത ഒരു മനുഷ്യൻ. ഈ ലോകത്തിലത്തെ ദൈവമായിട്ടുള്ള ഒരു മനുഷ്യൻ, ദൈവമാണ് എന്ന് പറയുന്ന ഒരാളാണ് ഗാന്ധിജി. ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഗാന്ധിജി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആളിനെ മറന്നുകൊണ്ട് ആ ഗാന്ധിജിനെ കൊന്ന RSSൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നവരാണ് ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരിനെ ജയിപ്പിച്ചിട്ട് ഇന്ന് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്നറിയോ? ആ പ്രസ്ഥാനമല്ല, ഗാന്ധിജി അല്ല വലുത്, ആ പ്രസ്ഥാനമാണ് വലുത് എന്നാണ് ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ആ ഗാന്ധിജിയെ കൊന്ന മനുഷ്യനെ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് നന്ദിയുണ്ട് മനുഷ്യർക്ക്? നാളെ ഈ പറയുന്ന ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇരിക്കുന്ന വ്യക്തിക്ക് നാളെ ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആർക്കായാലും, ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നായാലും ഗാന്ധിജിയെ മതിക്കാത്ത ഒരു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇനിയിപ്പോൾ ആര് വന്നാലും ആർക്കും ആരോടും ഒരു ഇതും ഉണ്ടാവില്ല. കാരണം അവർക്കൊക്കെ കാര്യങ്ങളെ നടക്കണ്ടു എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. നമുക്ക് വരും കാലങ്ങളിൽ ഇതെല്ലാം അറിയാം. ഇനി മനസ്സിലാവുണ്ടാവും. ഇപ്പോൾ ആ പാവം സുരേഷ് ഗോപിക്ക് തൊന്തി തടഞ്ഞിട്ട് കുമ്പിടാനും പറ്റില്ല, നൂരാനും പറ്റില്ല പറഞ്ഞ പോലെ ഒരു യോഗയിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് പാവത്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ആ പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇമാതിരിയുള്ള കോമാളിത്തരങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ ചെയ്യരുത്. ജനങ്ങളെ കൂട്ടിപ്പിടിക്കാൻ നോക്കി നിങ്ങൾ. ഇപ്പോൾ സന്യാസത്തിന് പോയ പോലെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് താഴേ തട്ടിലുള്ള ജനങ്ങളിനെ കൂട്ടിപ്പിടിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ വിഷമങ്ങൾ എന്താണ്, അവർക്ക് നാളെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടോ, അവർക്ക് ആശുപത്രിയിൽ പോകാനുള്ള പൈസയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാണ്ട് യോഗ ഇല്ലെങ്കിൽ സന്യാസം ഇല്ലെങ്കിൽ വലിയ പേര് കിട്ടാൻ ഇല്ലെങ്കിൽ ന്യൂസുകളിൽ വരാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യരുത്. സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ വലിയ സ്ഥാനത്തിൽ പോയി ഞാനിരുന്നു എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ഇത് വരട്ടെ എന്ന് പറഞ്ഞല്ല. അപ്പോൾ എല്ലാവരും അഭിപ്രായം എഴുതി അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. ഓക്കെ.